ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആസാമും നാഗാലാൻഡിൻ്റെ പ്രദേശത്തിലായിരുന്നു. ഇന്ന് ഞങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ നേപ്പാളിൻ്റെ അകത്ത് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇവിടുന്ന് വെസ്റ്റ് ബംഗാൾ, കൽക്കട്ട, അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിൽ റാഞ്ചി, അത് കഴിഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ ഇനിയുമുണ്ട്. നീണ്ട യാത്രകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയ്ക്കായി യെശയ്യാ പ്രവചനം അതിൻ്റെ 42-ാമത്തെ അധ്യായം 1 മുതൽ 4-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. ഐസയ്യാ ചാപ്റ്റർ 42 വേഴ്സസ് 1 to 4. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം 1 മുതൽ 4-ാമത്തെ വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നേ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസന്റെ കുറിച്ചാണ്. പക്ഷേ ആ വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ അധ്യായം 2-3 ആഴ്ച നമ്മൾ ആ അധ്യായം ധ്യാനിക്കുന്നുണ്ടായിരുന്നു. യെശയ്യാ 41-ാമത്തെ അധ്യായത്തിൽ ദൈവം ദീപങ്ങളെ അവരോട് തൻ്റെ സന്ദേശം അറിയിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. മനുഷ്യവർഗത്തോട് ദൈവം സംസാരിക്കുക, വാദിക്കുവാൻ തന്നെത്താനെ ബലപ്പെടുത്തി സർവശക്തൻ്റെ സന്നിധിയിൽ വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാദങ്ങൾ എടുത്തുകൊണ്ട് വരുവീൻ, നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മനുഷ്യൻ അവന് കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അവന് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിംബത്തെ ഉണ്ടാക്കുന്നു, അതിനൊരു രൂപം കൊടുക്കുന്നു. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സൗന്ദര്യമുണ്ട്. പൊന്നുകൊണ്ട് അതിനെ മൂടുന്നുണ്ട്, ആണി അടിച്ച് അതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. സർവശക്തൻ തന്നെ ചോദിക്കുന്നത്, ഇത് ദൈവമാണെങ്കിൽ, നമ്മൾ പൂജിക്കുന്നത് ഇത് സർവശക്തനാണെങ്കിൽ, കഴിഞ്ഞ കാര്യങ്ങളൊന്ന്, അതിൻ്റെ കാരണങ്ങളൊന്ന് പറഞ്ഞാൽ, നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഒന്ന് വിവരിച്ചാൽ അവരെ സ്വീകരിക്കാം. നമ്മൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്. ഉൽപ്പത്തി പുസ്തക ആദ്യത്തെ വാക്യം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇനി ദൈവം തൻ്റെ ജനം ഇസ്രായേലിനെ ആശ്വസിപ്പിക്കുന്നത്, ഒരു സന്തോഷ വാർത്ത എടുത്തുകൊണ്ട് ഒരുവൻ വരുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ആ ദിശയിൽ നിന്ന് അവൻ വരുന്നേ, അവൻ കോരേഷ് രാജാവിനെ കുറിച്ചുള്ള ആ സന്ദേശമായിരുന്നു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി നമ്മൾ 42-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സർവശക്തൻ തൻ്റെ ദാസൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 1, 42, ഐസയ്യാ 42 വേഴ്സ് 1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. സോ ഇവിടെ സർവശക്തനായ ദൈവം തൻ്റെ ദാസനെ കുറിച്ച് പറയുമ്പോൾ ഇത് കോരേഷ് അല്ല, ഇത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചന വാക്കുകളാണ്. വരാൻ പോകുന്ന മസിയായിനെ കുറിച്ച് തൻ്റെ ജനം അടിമത്വത്തിൽ കിടക്കുമ്പോൾ അവരുടെ ചരിത്രം ഇപ്പം നോക്കിയാൽ ഒരു സമയം ദൈവത്തിൻ്റെ ആലയം വസിച്ച നാടാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്ത
ജാതിയാ. അബ്രഹാമിനെ നോക്കിയാൽ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഇല്ലയോ അബ്രഹാമിനെ ഊരിന്ന് വിളിച്ച് കനാൻ പ്രദേശത്തിൽ കൊണ്ടുവന്നത്? ദൈവം ഒരു ഉടമ്പടി ചെയ്തു. അബ്രഹാമിൻ്റെ തലമുറയെക്കുറിച്ചും ആ ദേശത്തെക്കുറിച്ചും അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ വാഗ്ദാനങ്ങളുണ്ട്. ദൈവം അബ്രഹാമിനോട് സത്യവും ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അത് കഴിഞ്ഞിട്ട് യോസേഫ്, യോസേഫ് കഴിഞ്ഞിട്ട് മോശ കഴിഞ്ഞിട്ട് യഹോശുവ, അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇടയ്ക്ക് ന്യായാധിപന്മാർ വന്നു. ഇത് കഴിഞ്ഞിട്ട് രാജാക്കന്മാർ വന്നു. കർത്താവിൻ്റെ പ്രവാചകന്മാർ വന്നു. അവരെ കാലം അവരോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചു, അവരെ നടത്തി, അവർക്ക് നേതൃത്വം കൊടുത്തു. അവരുടെ മധ്യത്തിൽ ദൈവം അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചായിരുന്നു. ആ ഒരു സമയമുണ്ടായിരുന്നു. ദാവീദിൻ്റെ സമയം, സലോമോൻ്റെ സമയം, പ്രവാചകന്മാരുടെ സമയം. അവർക്ക് വഴി കാട്ടിക്കൊടുക്കുവാൻ ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചു. എസ്ര ഉണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഓരോരുത്തരെയും നമ്മൾ നോക്കിയാൽ, പക്ഷേ ഇവിടെ ഇസ്രായേൽ ഇപ്പം യഹൂദ ജനം പ്രവാസത്തിലായിരിക്കുന്നു, അടിമകളായിരിക്കുന്നു. അവർക്ക് നേതൃത്വം നൽകുവാൻ ആരുമില്ല. ഞാൻ എസ്ര പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, എസ്ര വന്നിട്ടില്ല. അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ ആരുമില്ല. ഇനി ഭാവി എങ്ങനെ? ഇനി മുന്നോട്ട് അടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തുവാ? അങ്ങനെ നിരാശപ്പെട്ട് തകർന്ന് കിടക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകൾ കണ്ട് തൻ്റെ ദാസനെ കുറിച്ച്, വരാൻ പോകുന്ന മെസ്സിയയെക്കുറിച്ച് പ്രവചന വാക്കുകളാ. ഈ 40-ാമത്തെ അധ്യായം തൊട്ട് ഇനി 66-ാമത്തെ അധ്യായം വരെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന വാക്കുകൾ ഒത്തിരി നമ്മൾ കാണും. വരാൻ പോകുന്ന മെസ്സിയയുടെ പ്രത്യേകത ഇവിടെ ദൈവം പറയുന്നേ, ബിഹോൾഡ് മൈ സെർവൻറ്റ് ഹൂം ഐ അപ്ഹോൾഡ്. മലയാളത്തിൽ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ഇതാ ഞാൻ താങ്ങുന്നേ എൻ്റെ ദാസൻ. ക്രിസ്തുവിനെ കുറിച്ച് സർവശക്തനായ ദൈവം പറയുന്നത് എൻ്റെ ദാസന. അതെന്താ അങ്ങനെ പറയുന്നത്? ആ ദാസൻ വാക്കിന് വല്ല പ്രത്യേകതയുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ചോ? എൻ്റെ ദാസന, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. പ്രവചന വാക്കുകളാ. ക്രിസ്തുയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കിയാൽ, ആദ്യം മുതൽ ഒടുവിലത്തെ ശ്വാസം എടുക്കുന്നവരെ ദൈവഹിതത്തിനു വേണ്ടി മാത്രം ജീവിച്ചതാ. പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടിയുള്ള സമർപ്പണമാണ്. ഒടുവിലത്തെ ആദം, രണ്ടാമത്തെ മനുഷ്യൻ നമ്മുടെ മുമ്പേ നടന്ന് നമുക്ക് സ്പഷ്ടമായി ഒരു മാതൃക തന്നല്ലോ. നമ്മൾ ഓരോരുത്തരും എങ്ങനെ ജീവിക്കേണ്ടത്, നമ്മൾ എങ്ങനെ നടക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഓരോ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കർത്താവ് കാണിച്ചു തന്നെ ആ മാതൃക അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ മുമ്പേ ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ മതിയോ? ആരാധിച്ചാൽ മതിയോ? നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചത് എന്തിന്? എൻ്റെ വിളിയുടെ ആ പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒത്തിരി ജനമുണ്ട്.
അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ വചനം വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നടപ്പ് വരുമ്പോൾ ക്രിസ്തു കാണിച്ചു തന്ന ആ മാതൃക അനുസരിച്ചാണോ എൻ്റെ നടപ്പ്? സ്വർഗം പറയുന്നേ എൻ്റെ ദാസൻ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ 2 പ്രാവശ്യമില്ലയോ ആകാശവാണി ഉണ്ടായത്? ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുണ്ട്. ക്രിസ്തുവിന് എങ്ങനെ നടക്കാൻ കഴിഞ്ഞു? ഇവിടെ എഴുതിയേക്കുന്നത്, അതിൻ്റെ അടുത്തത് നമ്മൾ വായിക്കുമ്പോൾ, മൈൻ ഇലക്ട് ഇൻ ഹൂം മൈ സോൾ ഡിലൈറ്റത്ത്. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ദാവീദോ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി. മോശ ദൈവത്തിൻ്റെ ദാസൻ. പക്ഷെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വൃതൻ, മൈൻ ഇലക്ട്, ഞാൻ തെരഞ്ഞെടുത്തവൻ. നടപ്പ് നോക്കിക്കേ, സ്വർഗം പ്രസാദിക്കുന്നുണ്ട്. അടുത്തത്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്നുണ്ട്. അടുത്തത്, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ അവൻ്റെ മേളിൽ വെച്ചിരിക്കുന്നു. ഒന്ന് നിന്നേ. നിൽക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ആ വാക്കുകളൊന്ന് നമുക്ക് ധ്യാനിക്കാം. ഒടുവിലത്തെ ആദാമാ, രണ്ടാം മനുഷ്യനാ. ദൈവത്തിൻ്റെ ആത്മാവാണോ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ പാപം ചെയ്യാതെ കാത്തത്? ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഈ പൂർണ്ണനായ മനുഷ്യന് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിക്കുവാൻ എങ്ങനെ കഴിഞ്ഞുവെന്നേ? ഒരു തെറ്റോ ഒരു അബദ്ധമോ ഒരു പാപമോ ഈ 33.5 വർഷം അതെങ്ങനെ കഴിഞ്ഞു? നമ്മുടെ മുമ്പേ നിൽക്കുന്ന ഈ പുരുഷൻ പൂർണ്ണ മനുഷ്യനല്ലയോ? അകത്ത് പൂർണ്ണ ദൈവത്വമുണ്ട്. പക്ഷെ അതേസമയം മനുഷ്യനായ ക്രിസ്തു അല്ലയോ? പാപമില്ല. മറിയത്തിൻ്റെ മകനല്ല, യോസേഫിൻ്റെ മകനല്ല. കന്യാജന്മം മുതൽ മുഖാന്തരം വന്നവനാ. പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിൻ്റെ ദൈനിക ജീവിതത്തിൽ സഹായിക്കുന്നുണ്ടോ? ഇന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമുള്ളതുകൊണ്ടാ പാപം ചെയ്യാഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു. അത് സത്യമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനായ ക്രിസ്തുവിനെ പാപം ചെയ്യാതെ കാത്തെങ്കിൽ അത് ആദ്യത്തെ ആദാമിനോട് ചെയ്ത വലിയ വഞ്ചനയില്ലയോ? ആദ്യത്തെ ആദാമിനും ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തിയായിരുന്നെങ്കിൽ, ശക്തിപ്പെടുത്തിയായിരുന്നെങ്കിൽ ആദ്യത്തെ ആദാം വീഴത്തില്ലായിരുന്നല്ലോ. പരീക്ഷ വന്നപ്പം എങ്ങനെ വീണു? ഒടുവിലത്തെ ആദാം 40 ദിവസം ഉപവാസത്തിനല്ലല്ലോ പോയത്. ചിലരുടെ ചിന്ത ഉപവാസമായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ചിലർ 40 ദിവസം ഇരിക്കുന്നത്. ഉപവാസത്തിന് വേണ്ടിയല്ലല്ലോ, സാത്താനുമായി പരീക്ഷിക്കപ്പെടുവാനില്ലയോ ദൈവത്തിൻ്റെ ആത്മാവ് ഒടുവിലത്തെ ആദാമിനെ ആ മരുഭൂമിയിൽ കൊണ്ടുവന്നത്? 40 ദിവസം നിരാഹാരം ഇരുത്തി.
40 പറയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണ സംഖ്യ. ഇനി കല്ല് കണ്ടാലും തിന്നാനുള്ള മനസ്സ്, ആ അകത്ത് വിശപ്പുണ്ടെന്ന്. വിശപ്പ് കത്തി ജ്വലിക്കുക. എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി. 40 ദിവസമായി. അന്നേരം വലിയ പരീക്ഷകൻ വരുന്നത്, കല്ല് ഇതിനെ അപ്പമാക്കാമല്ലോ. വിഷയം, ഈ മനുഷ്യനായ ക്രിസ്തു 33.5 വർഷം ഒരു പാപം പോലും ചെയ്യാതെ എങ്ങനെ ജീവിച്ചു? നമ്മുടെ അകത്ത് പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി. ഒരു വിശ്വാസിയുടെ അകത്ത് പാപം ഇനി വാഴുന്നില്ല. പക്ഷെ ആ പഴയ മനുഷ്യനുണ്ട്. ക്രിസ്തുവിന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ടല്ലോ. നമ്മുടെ അകത്ത് ക്രിസ്തു മുഖാന്തരം, വചനം മുഖാന്തരം ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടല്ലോ. ഒരു പുതിയ മനുഷ്യനകത്തുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കാൻ തന്നിട്ടുണ്ട്. കൂട്ടായ്മയ്ക്ക് ദൈവം കൂട്ടുവിശ്വാസികളും ദൈവദാസന്മാരും ദാസിമാരെ തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. കർത്താവായ യേശുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു. അതേത് വിഷയത്തിലാ? ശുശ്രൂഷയിൽ മാത്രം. അവനെ അഭിഷേകം ചെയ്തത് ശുശ്രൂഷിപ്പാൻ മാത്രമാ, ദൈനിക ജീവിതത്തിൽ നടക്കുവാനല്ല. കർത്താവായ യേശു രാത്രിയാമങ്ങളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവുമായിട്ടുള്ള ആ ബന്ധം, ഏത് വിഷയങ്ങളാ പ്രാർത്ഥിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് കാണാമോ? ഗെത്സമന തോട്ടത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. മനസ്സാക്ഷി കുത്തുന്നില്ല. ഒരു തെറ്റോ ഒരു അബദ്ധമോ ഒരു പാപം ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ പിതാവിൻ്റെ ഹിതം മതി, ആ തീരുമാനത്തോട് നടക്കുക. രോഗം ശീലിച്ചവനാ. നോക്കിക്കേ, വിയർപ്പ് ഒഴിക്കുക. പിതാവേ, നിന്റെ ഹിതം മതി. യെശയ്യാവ് 53:1 നമുക്ക് വായിക്കാം. യെശയ്യാവ് 53:1 വാക്യം നമുക്ക് വായിക്കാം. 1ഉം 2ഉം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. സോ ഇവിടെ നമ്മുടെ ശ്രദ്ധ ഈ 1ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ഹു ഹാവ് ബിലീവ്ഡ് our റിപ്പോർട്ട്. അതുമാത്രമല്ല, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം. ഈ ദൈവത്തിന്റെ ദാസനെ നോക്കിക്കേ. പുൽത്തൊട്ടിയിൽ ഒരു ചെറിയ ശിശു. ഈ ദൈവത്തിൻ്റെ ഭുജം ആണോ? ഇങ്ങനെയാണോ ഭുജം വെളിപ്പെടുന്നത്? നമുക്ക് സാധാരണയായി ഭുജം പറയുമ്പോൾ, നോയയുടെ സമയത്ത് ജലപ്രളയം ഉണ്ടായല്ലോ. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ചെങ്കടൽ വിഭാജിച്ചു. സീനായ് മലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിലെയോ ദൈവത്തിൻ്റെ ഭുജം. ഈ ചെറിയ ശിശു അതിനെ പരിപാലിക്കണം, അതിനെ ശുശ്രൂഷിക്കണം, അതിനെ എടുത്തുകൊണ്ട് നടക്കണം, അതിന് ആഹാരം കഴിപ്പിക്കണം, പരിപാലിക്കണം. ഇത് സർവശക്തനാണോ? ഇത് ദൈവത്തിൻ്റെ ഭുജമാണോ? ഇവിടെ നമ്മൾ യെശയ്യാവ് 43 നമ്മൾ വായിച്ചല്ലോ.
whom I uphold. 42-1 വാക്യം. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ഇളയ തൈ പോലെ വരണ്ട നിലത്തീന്ന് മുളയ്ക്കുന്നത്. ഇത് സർവശക്തനാണോ? ഈ ചെറിയ ശിശുവാണോ സീനായി മലയിൽ ഇറങ്ങിയത്? അതോ ഈ ശിശുയുടെ പിതാവായിരുന്നോ? പൂർണ്ണ ദൈവത്വം വസിക്കുന്നുണ്ട് ഈ ശിശുയുടെ അകത്ത്. 33.5 വർഷം എങ്ങനെ നടന്നു? ക്രൂശിൽ നഗ്നനായി തൂങ്ങുമ്പോൾ 3 ആണിയുടെ മേൽ. ഇത് ദൈവത്തിന്റെ ഭുജമാണോ? ശിഷ്യന്മാരെല്ലാരും വിട്ടിട്ട് പോയല്ലോ. ഏലി ഏലി ലമ ശബക്താനി. ഈ ദൈവത്തിന്റെ ഭുജമാണോ? ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ലോകം പറയുന്നത് ഈ 3 ആണി മേൽ നഗ്നനായി തൂങ്ങിയവൻ ദൈവം എങ്ങനെ? സ്വയത്തിനെ പോലും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവത്തിന്റെ ദാസൻ ഗെത്സമനയിൽ പ്രാർത്ഥിക്കുക. ശുശ്രൂഷ നോക്കിയാൽ അതിന്റെ 2 വാക്യം 42:2. അവൻ നിലവിളിക്കുകയില്ല, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ഇതാ ശുശ്രൂഷയുടെ പ്രത്യേകത. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷിക്കുന്നവരെ ഒന്ന് കണ്ടേ. അവരുടെ ആ നടപ്പ്, അവരുടെ വസ്ത്രധാരണം, അവരുടെ മിനിസ്ട്രി. നമ്മുടെ പോപ്പച്ചായനെ ഒന്ന് നോക്കിയാൽ ക്രിസ്തുവിന്റെ പുറയിൽ വന്നവനാ. പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക. ആ അധികാരം നോക്കിക്കേ, ആ ആചാരങ്ങൾ നോക്കിക്കേ. മനുഷ്യൻ വഞ്ചിക്കപ്പെടുകയില്ലയോ? ആ ക്രിസ്തുവിന്റെ അനുയായിയാണോ ഇത്? ഇത്രയും അധികാരവും ഇത്രയും സ്വത്തും കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് വിലസുന്ന ഈ പ്രാസംഗ്യന്മാര്, അവരുടെ ശുശ്രൂഷ, ക്രിസ്തുവിന്റെ ശുശ്രൂഷ, 3.5 വർഷം ശുശ്രൂഷിച്ച ആ ക്രിസ്തുയുടെ ശുശ്രൂഷ ഒന്ന് നോക്കിക്കേ. 2 പ്രാവശ്യം വലിയ ചാട്ടവാറ എടുത്ത് ആലയത്തെ ശുദ്ധീകരിച്ചത്. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ചിലരോട് പറഞ്ഞല്ലോ, ആരോടും പറയല്ലേ. നമ്മളോ ഒന്ന് സൗഖ്യമായാ മതി. സ്റ്റേജിലല്ലയോ പിന്നെ സാക്ഷ്യങ്ങളുള്ളത്. കർത്താവിന്റെ ആ ശുശ്രൂഷയുടെ മാതൃക. അവൻ ഒച്ച വയ്ക്കത്തില്ല. ഈ തച്ചൻ 3.5 വർഷം നടക്കുമ്പോൾ ഒത്തിരി പേർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനിൽ ചില പ്രത്യേകതകളുണ്ട്. ആരാധനാലയത്തിൽ ഇരുന്ന് യെശയ്യാ പ്രവചനം ഒന്ന് തുറന്ന് വായിച്ചതേ ഉള്ളൂ. കേൾവിക്കാർ പറഞ്ഞല്ലോ, ഇന്ന് ഈ പ്രവചനം വായിച്ചവന്റെ വായനാ ശൈലി അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്ര അധികാരത്തോടെ എങ്ങനെ വായിക്കാൻ? എഴുതിയവനില്ലയോ വായിക്കുന്നത്? ആ ശുശ്രൂഷയുടെ പ്രത്യേകത. മറ്റവരുടെ മുമ്പേ വെളിപ്പെടുത്താൻ എത്ര അവസരങ്ങളുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാരുടെ മഹിമ വേണ്ടായല്ലോ, ആൾക്കാരുടെ ആരാധന വേണ്ടായല്ലോ. തന്നെ താനെ വെളിപ്പെടുത്തുന്നില്ല. ശുശ്രൂഷ നോക്കിക്കേ. വരുവാൻ പോകുന്ന മസിയ ഇത് ഇതുവരെ വന്ന രാജാക്കന്മാർ പോലല്ല.
ഇത് മോശയല്ല, ഇത് അബ്രഹാം അല്ല, ഇത് ദാവീദല്ല, ഇതെൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. മനുഷ്യവർഗത്തിൻ്റെ മസിയാവിൻ്റെ നടപ്പ്. എൻ്റെ ഉള്ളം ഇവനിൽ പ്രസാദിക്കുന്നു. അതാ നമ്മുടെ കർത്താവ്. ഒന്ന് ധ്യാനിച്ചാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാമോ? എൻ്റെ കർത്താവ് പൂർണ്ണ മനുഷ്യനായി നമ്മുടെ മുമ്പേ മാതൃക വെച്ചു. അടുത്തത് 3-ാമത്തെ വാക്യം, വേഴ്സ് 3. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. ഒന്നിന്നെ. അതിൻ്റെ അർത്ഥം എന്താ? ചതഞ്ഞ ഓട. മറ്റവരുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ. ഓട ആകെ ബലഹീനമാണ്, നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല, അത് ചതഞ്ഞു കിടക്കുക. എത്ര ശ്രദ്ധയോടാ അതിനെ കാക്കുന്നത്, പരിപാലിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു കിടക്കുമ്പോൾ, ഭാരപ്പെട്ട് കിടക്കുമ്പോൾ, നമ്മൾ തന്നെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന രീതി ഒന്ന് നോക്കിക്കേ. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയത്തില്ല. അടുത്തത്, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. പുകയുന്ന തിരിയെ കെടുത്തു കളകയില്ല. ആ തിരി ഒരു സമയത്ത് കത്തിയതാ, ഇപ്പം പുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാവി നോക്കിയാൽ ഇനി കെട്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ പുകയുന്ന ആ തിരിയെ അവൻ കിടത്തി അതിനെ കെടുത്തു കളയത്തില്ല. അത് പിന്നെയും ജ്വലിക്കാൻ തുടങ്ങും. നിരാശരായവർ, തകർന്നു കിടക്കുന്നവർ, പ്രത്യാശയില്ലാത്തവർ, അവരെ അവൻ കൈവിടുകയില്ല. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ നോക്കിയല്ലോ, 38 വർഷമായി ബെത്സൈദയുടെ ആ കുളത്തിൻ്റെ അടുത്ത് ഒരുവൻ കിടപ്പുണ്ട്. പ്രത്യാശയുണ്ടോ? ആശ വല്ലതും ഉണ്ടോ? പക്ഷെ കർത്താവിൻ്റെ കരം അവൻ്റെ ജീവിതത്തെ സ്പർശിച്ചപ്പം അവൻ്റെ ജീവിതത്തിന് എത്ര വ്യത്യാസം വന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. പുകയുന്ന തിരിയെ അവൻ എന്തോ ചെയ്യത്തില്ല, കെടുത്ത് കളയത്തില്ല. അതിൻ്റെ 4-ാമത്തെ വാക്യം, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കവരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. അവന്റെ ഉപദേശങ്ങൾക്കായി. കർത്താവിൻ്റെ ആ പൂർണ്ണ മനുഷ്യനായി നടക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒടുവിലത്തെ നിമിഷങ്ങൾ ഗെത്സെമനയിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എത്ര ഉപദ്രവിച്ചു. ഉറങ്ങിയിട്ടില്ല. 33 വയസ്സുള്ള ചെറുപ്പക്കാരന് ചാട്ടവാർ വെച്ച് എത്ര അടിച്ചതാ, എത്ര രക്തം ഒഴുകുന്നുണ്ട്. എന്നാലും ആ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുകയില്ലയോ? വീണും എഴുന്നേറ്റും, വീണും എഴുന്നേറ്റും. ആ വീഴ്ച നോക്കിക്കേ, എത്ര വേദനയുണ്ട്. വീണു. അന്നേരമല്ലയോ സിമോൻ ഒന്ന് സഹായിക്കാൻ വന്നത്. സിമോൻ ആ ക്രൂശ് എടുത്തുകൊണ്ട് പോകാൻ കർത്താവ് അനുവദിച്ചോ? ഇല്ലല്ലോ. ഞാൻ തന്നെ ചുമന്നോളാം. വീഴുവാന്നെങ്കിലും പിന്നെയും തന്നെ താനെ ബലപ്പെടുത്തി, പിന്നെയും ചുമന്ന്, പിന്നെയും പോവുക. ഗോൽഗോത്തയിലെത്തി വസ്ത്രമെല്ലാം ഊരി ആണി അടിച്ചു.
എല്ലാ വേദനയുടെ ഇടയ്ക്ക് ബോധം പോകുന്നില്ലല്ലോ. മരിയെ അമ്മയോട് സംസാരിക്കുന്നുണ്ടല്ലോ, ആ കള്ളനോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒടുവിൽ അലറി പറയുന്നുണ്ടോ, സകലവും നിവർത്തിച്ചു. ആ അന്ത്യനിമിഷത്തിൽ ഇത്രയും ബലം എവിടുന്ന് കിട്ടി? അകത്തൊരു തീരുമാനമുണ്ട്, പിതാവിൻ്റെ ഹിതം മാത്രം മതി. സ്വർഗം നോക്കുമ്പോൾ എൻ്റെ ദാസൻ, ബിഹോൾഡ് മൈ സെർവൻറ്റ്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. നമ്മുടെ മുമ്പേ ഒരു മാതൃക കാണിച്ചല്ലോ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ എന്തിനാ ഇറങ്ങി തിരിച്ചത്? ക്രിസ്തു കാണിച്ചു തന്ന ആ മാതൃക അനുസരിച്ചാണോ ഞാൻ നടക്കുന്നത്? എന്നെ കണ്ട് എൻ്റെ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവില്ലയോ വസിക്കുന്നത്? ഒരു പുതിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപത്തിൽ സൃഷ്ടിച്ച പുതിയ മനുഷ്യനകത്തുണ്ടല്ലോ. എൻ്റെ ചിന്തയ്ക്ക് എത്ര വ്യത്യാസം വരേണ്ടിയതാ, എൻ്റെ നടപ്പിന് എത്ര വ്യത്യാസം വരേണ്ടിയതാ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം. യെശയ്യ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേൽ ജനത്തോട്, യഹൂദ ജനത്തോട് വരാൻ പോകുന്ന മസിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക. എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. കർത്താവായ യേശു പൂർണ്ണ മനുഷ്യനായി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി അർപ്പിച്ചു. മൂന്നാം നാള് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേപ്പിന്റെ പ്രത്യേകത, ഇതുവരെ ആരും അങ്ങനെ ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ. ആരും. ഈ കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേപ്പ് എന്തുവാ വെളിപ്പെടുത്തുന്നത്? അർപ്പിച്ച ആ യാഗം സ്വർഗം സ്വീകരിച്ചു. പക്ഷെ സ്വർഗം സ്വീകരിക്കണമെങ്കിൽ ആ 33 വർഷത്തിൻ്റെ ആ ജീവിതം എൻ്റെ മുമ്പേ കർത്താവ് ഒരു മാതൃക കാണിച്ചു. ഞാൻ ആ മാതൃക പ്രകാരമാണോ ജീവിക്കുന്നത്? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ ആ മാതൃക പ്രകാരമാണോ? ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ വരവടുത്തു. കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ മണവാളൻ വരാറായി. കാന്ത തന്നെ താനെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. തൻ്റെ നടപ്പ് മുഖാന്തരം വെളിപ്പെടുത്തി, എനിക്ക് എൻ്റെ മണവാളൻ നടന്ന പോലെ നടന്നാൽ മതി. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, എന്നെ സൃഷ്ടിച്ചവൻ്റെ ആഗ്രഹം മതി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ക്രിസ്തു ഞങ്ങളുടെ മസിയ, ഞങ്ങളുടെ മണവാളൻ എങ്ങനെ നടന്നു? 33 വർഷം ഞങ്ങളുടെ മുമ്പ് നടന്ന് മാതൃക കാണിച്ചു. പിതാവേ, ആ ക്രിസ്തുവിനെ നോക്കി നടക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിന്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനായി സ്തോത്രം കർത്താവേ.
ഈ തന്നേക്കുന്ന ഒരു ആയുസ് സ്വർഗം ഞങ്ങളുടെ ജീവിതം കണ്ട് പ്രസാദിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ വചന മുഖാന്തരം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു കർത്താവേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വരുന്നത് ഇപ്പം ഞങ്ങൾ നേപ്പാളിലായിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ കാൽക്കട്ട, അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിൽ റാഞ്ചി, പിന്നെ ഛത്തീസ്ഗഡിൽ ചില സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കാനുണ്ട്. പ്രതികൂലം വർദ്ധിക്കുന്നുണ്ട്. പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.